പല കിളികൾ വള്ളക്കുട്ടിൽ ഒരു കിളി കൂടി മഴ പെയ്യുന്ന മെട്ടിൽ ഒരു തുളി കൂടി ഒരു തുളി മഴ ഒരു പെരുമഴ ഒരു വെള്ളമഴ ഒരു മഞ്ഞ് മഴ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്താ വിശേഷിച്ച്? ഇല്ല മാഡം, രഘുവിന് നല്ല പനിയായിരുന്നു. പാരസെറ്റമോൾ ഗുളിക ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പനി കുറവുണ്ടോ മാഡം? ഇപ്പോൾ പനിയില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിക്കൊള്ളാം. ബാത്റൂമിൽ വെള്ളമുണ്ടോ? ഉണ്ട് മാഡം, കുഴപ്പമില്ല. സീപ്പർ ഇന്ന് നേരത്തെ എത്തി. വെള്ളത്തിന്റെ ഒരു പ്രശ്നവുമില്ല. സുഖാണ് കബീർക്ക. വേണ്ട കബീർക്ക. ശരി ശരി. ഏതായി ഈ കുട്ടി എന്ന് കുളത്തൂർ പഞ്ചായത്തിലെ മെമ്പറാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ പെൺകൊച്ച് അവിടെ ഒരു അനാഥാലയം നടത്തുന്നു. അത് മാത്രമല്ല, ആ കുട്ടി ഒരു LIC ഏജന്റും കൂടിയാണ്. പാവപ്പെട്ട കുട്ടികളെ വളർത്തി അവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടി ഒരു പാവം കൊച്ചാണ്. അയ്യപ്പൻ പിള്ളയല്ലേ? ഇതുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ അടച്ചാ മതി. എനിക്കൊരു പോളിസി എടുക്കണം. എത്ര രൂപയുടെ പോളിസിയാ? ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കണം. വേറെ ആരും വന്നില്ലേ കൂടെ? കൂടെ ആരെങ്കിലും വന്നാലേ പോളിസി എടുക്കാൻ പറ്റുള്ളൂ. കാണാം. അറുപത്തിയെട്ടാമത്തെ ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ഇവിടെ വന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്നേഹാലയത്തിൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ പതാക ഉയർത്താൻ ക്ഷണിച്ചുകൊള്ളുന്നു. മോളെ, എന്തു പറ്റി? ദേ, നല്ല ചൂടാണല്ലോ. ദേ മോളെ, മരുന്ന് കഴിക്ക്. മോളെ, എന്തു പറ്റി? വൈകിട്ട് ഡോക്ടറെ അടുത്ത് പോകാം കേട്ടോ. മോളെ, ഞാൻ ഇതുവരെ നിന്നോട് ചോദിക്കാത്ത കാര്യമാണ്. മോള് സത്യം പറയണം. മോൾ എന്താണ് വിവാഹം കഴിക്കാത്തത്? അമ്മേ, എനിക്ക് ഈ കാര്യം അറിയണം. അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമുണ്ടാകില്ല. ഈ അമ്മ നിന്നോട് പിണങ്ങും മോളെ. എങ്കിൽ പറയാം. എൻ്റെ കൊച്ചുനാളിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. വാതിലിനടുത്ത് നിൽക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്ന് ട്രെയിനിന്റെ കതക് വന്ന് കാൽമുട്ടിന് താഴെ വന്നിടിച്ചു. ഞാൻ തെറിച്ചു വീഴുകയും മുട്ടിന്റെ താഴെ കാൽ നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ ഞാൻ അനാഥാലയത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഒരച്ഛനും അമ്മയും എന്നെ എടുത്ത് വളർത്തി. ആ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ അനാഥാലയം നടത്തുന്നത്. മോളെ, അമ്മേ,